ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു. വനിതാ ജഡ്ജി അടങ്ങുന്ന പ്രത്യേക ബെഞ്ചാണ് രൂപീകരിച്ചത് എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സജിമോൻ പാറയിൽ നൽകിയ അപ്പീൽ പരിഗണിക്കവെയാണ് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, ബെഞ്ച് ആരുടെ നേതൃത്വത്തിലായിരിക്കും? എത്ര അംഗങ്ങൾ ബെഞ്ചിലുണ്ടാവും? പ്രത്യേക ബെഞ്ചെന്ന് മാത്രമാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും അത് ഡിവിഷൻ ബെഞ്ചായിരിക്കും. ആ ഡിവിഷൻ ബെഞ്ചിൽ ആരൊക്കെ ആയിരിക്കും എന്നത് കാര്യം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കോടതി പിരിഞ്ഞ ശേഷം അതിലൊരു അഡ്മിനിസ്ട്രേറ്റീവ് നടപടി ഉണ്ടാകും. അതായത് ഒരു ഉത്തരവായി തന്നെ അത് ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ മാത്രമായിരിക്കും അത് ആരൊക്കെ എന്ന കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണം നൽകാൻ കഴിയുന്ന. കോടതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട അപ്പീൽ പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു തീരുമാനമുണ്ട് എന്ന കാര്യം വാക്കാൽ അറിയിച്ചിരിക്കുന്നത്. അതൊരു ഉത്തരവായി പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നേരത്തെ സജിമോൻ പാറയിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരുന്നു. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലുമായി ചെന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്നുവെങ്കിൽ പോലും അതിൽ ചില നിയമപ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സജിമോൻ പാറയിലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. അപ്പോഴാണ് ഈ സജിമോൻ പാറയിലിന്റെ അപ്പീലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അടക്കം ഒരു പ്രത്യേക ബെഞ്ചിലേക്ക് മാറ്റാമെന്നും ആ പ്രത്യേക ബെഞ്ചിൽ ഒരു വനിതാ